ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ എത്രമാത്രം വാല്യബിൾ ആയിട്ട് കാണുന്നുണ്ട്, നിങ്ങൾ എത്രമാത്രം ഓർക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ഇറങ്ങി പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടോ അല്ലാതെയോ എങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പലതവണ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുറേയധികം സിമിലാരിറ്റീസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേ ഒരു സംഭവം അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു കാര്യം പലപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു നെഗറ്റീവ് എനർജി ആണെന്നുണ്ടെങ്കിലും ഒരു പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും ഒരു റിഫ്ലക്ഷൻ പോലെ നിങ്ങൾക്ക് ഒരു കാര്യം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ് സംഭവിച്ചു, കുറേ നാളുകൾക്ക് ശേഷം ഏകദേശം സെയിം തന്നെ അവർക്കും വരുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. കുറേ പേര് ചിലപ്പോൾ ഇതിനോട് തന്നെ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. വളരെ കുറച്ച് പേര് യാദൃശ്ചികമായിട്ട് വന്നു പോയതാണെന്നുള്ള രീതിയിലും നോക്കി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജീസും എഫോർട്ടും ഒക്കെ ഒരുപാട് കൊടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ഒരു വ്യക്തി പോയതിന് ശേഷം നിങ്ങൾ ഒരുപാട് ഡൗൺ ആയി പോയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നിങ്ങൾ ഒരു മേ ബി നിങ്ങളൊരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ പോലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു പാസ്റ്റ് എനർജിയും ഒരു കറണ്ട് എനർജിയും ഒക്കെ നിങ്ങളുടേത് നോക്കുന്ന സമയത്ത് ഇവിടെ കാണുന്നത് നിങ്ങൾ ഒരുപാട് ഓവർകം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ എങ്ങനെ കരകയറും എന്ന് പോലും ചിന്തിച്ചിരുന്നിട്ടുള്ള ടൈം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾ ഓവർകം ചെയ്ത് വന്നിട്ടുണ്ട്. എങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മൂവ് ഓൺ ആയി ഈ ഒരു പേഴ്സണെ മറന്നു എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഇതിലും വലിയൊരു സാഹചര്യം വന്നാലും നിങ്ങളത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് തന്നെയുള്ളൊരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങൾ കുറേ പേരെങ്കിലും യൂണിവേഴ്സ് അവരെ തിരിച്ചുകൊണ്ട് തരികയാണെങ്കിൽ തരട്ടെ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതിൽ നിന്നും ആ ഒരു ടൈം നിങ്ങൾക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു ഭയങ്കര ട്രോമ പോലെ അല്ലെങ്കിൽ ഭയങ്കര വിഷമം തരുന്ന ഒരു ലൈഫിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കും അത്. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇവിടെ. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിച്ച സെയിം ആ ഒരു സിറ്റുവേഷൻ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പോലും ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ടായിരുന്ന ടൈമായിരിക്കാം. അതല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ട്രസ്റ്റ് ചെയ്തൊരു കാര്യം അങ്ങനെയല്ല എന്ന് മനസ്സിലായിട്ടുള്ളൊരു ടൈമായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന ഒന്നെങ്കിൽ ആ ഒരു സെയിം രീതിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലോ ഈ ഒരു പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും കാണുന്നൊരു കാര്യം ഏറ്റവും സ്പോർട്സ് കാണിച്ചു തരുന്നത് പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി കൂളായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഓക്കെ ഓക്കെ ആയിട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ഒരു വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു പെടാപ്പാട് പെട്ട് അല്ലെങ്കിൽ ചുറ്റുപാടും ഭയങ്കരമായിട്ട് വരെ കുരുക്കിട്ട് നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ്. ഇതൊരുപക്ഷെ മറ്റുള്ളവരോട് പോലും ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു പേഴ്സണെ ഭയങ്കരമായിട്ട് കുരുക്കിട്ട് നിർത്തിയിരിക്കുന്ന ഒരു എനർജി, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ, ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി. ഒരുപക്ഷെ നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു വ്യക്തി ഒരു സമയത്ത് പെയിൻ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണെന്ന് തന്നെ പറയാം. അത്രത്തോളം ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഭയങ്കര വിഷമത്തിലായിട്ട് കാണുന്നുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയെന്ന് വരില്ല. കാരണം ഇവിടെ ഏറ്റവും സ്വാട്ടിൻ്റെ ആ ഒരു എനർജി കാണിച്ചു തരുന്നത് അത് തന്നെയാണ്. പുറമേ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഓക്കെയാണ്, കൂളാണ് എന്നുള്ള രീതിയിൽ തോന്നുമെങ്കിലും അവരുടെ മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദത്തിലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള ടു ഓഫ് കപ്സ് ആണെന്നുണ്ടെങ്കിലും ലവേഴ്സ് കാർഡ് ആണെങ്കിലും ഒരു റീയൂണിയന് വേണ്ടി ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചിന്തയിൽ ഈ ഒരു പേഴ്സൺ പിന്തിരിഞ്ഞു പോകുന്നതാണ് കാണുന്നത്. കാരണം അത്രമാത്രം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു വേദനയുടെ സെയിം തന്നെ ഇവരിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഒരു ചീറ്റിംഗ് എനർജി പോലെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നത്. ശരിക്കും ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്താലുള്ള ഒരു സിറ്റുവേഷൻ, അപ്പോഴുള്ള ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ശരിക്കും അവർ അറിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അവർ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ശരികളുണ്ടായിരുന്നു, നിങ്ങൾ എത്രത്തോളം പെയിൻ അനുഭവിച്ചു എന്നുള്ള രീതിയിലൊക്കെ അവർ ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇനി അക്സെപ്റ്റ് ചെയ്യുമോ? കാരണം ഇത്രത്തോളം വിശ്വാസം നഷ്ടപ്പെടുത്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയൊരു പേഴ്സണെ നിങ്ങൾ ഇനി സ്വീകരിക്കുമോ എന്നുള്ളൊരു അത്തരമൊരു ചിന്ത ഇവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് വരാൻ തുടങ്ങുമ്പോഴൊക്കെ തന്നെ ഇവർ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയാണ് ഇവിടെ റീഡിങ്ങിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്.